ഹലോ, ഇന്നൊരു ഓണം ലുക്ക് ആയാലോ? അപ്പോൾ ഞാൻ അതിന് വേണ്ടി ആദ്യം ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോവാണ് കേട്ടോ. ഞാൻ സൈഡ് വഴവാണ് എടുക്കണേ. നമുക്ക് ഇഷ്ടമുള്ള വഴവെടുക്കാം, നടുവഴവെടുത്തും ചെയ്യാൻ പറ്റുന്നൊരു ഹെയർ സ്റ്റൈൽ തന്നെയാണ് കേട്ടോ അത്. എൻ്റെ മുടി ഒട്ടും വോളിയില്ലാത്ത, അതുപോലെ തന്നെ ലെങ്ത്തും ഇല്ലാത്തൊരു ഹെയറാണ് കേട്ടോ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ളൊരു ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഹെയർ ഒന്ന് നമ്മൾ വഴവെടുത്തിട്ട് ഈ ഒരു സൈഡിൽ നിന്ന് നമ്മൾ ഇല്ലെടുത്ത് കെട്ടുന്ന പോലെ തന്നെ ഇതിൽ കുറച്ചധികം എടുക്കുക. എന്നിട്ട് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് ഒന്ന് പിരിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് പുഷ് ചെയ്യുമ്പോൾ അത് കുറച്ചൊന്ന് ബൗൺസി ആയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പോൾ ഒന്നും കൂടി അവിടെ ഒരു വോളിയം തോന്നിക്കും കേട്ടോ. അപ്പോൾ രണ്ട് സൈഡും അതുപോലെ തന്നെ ഞാൻ ചുറ്റി കൊടുത്തിട്ട് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖത്തേക്ക് വേറൊരു ലുക്ക് വരികയാണ്. ഹെയർ സ്റ്റൈൽ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനൊരു മോയ്സ്ചറൈസിങ് ക്രീം എടുത്തിട്ടുണ്ട് കേട്ടോ. നിവിയേൻ്റെ ക്രീമാണ്. നമ്മൾ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും ഒരു മോയ്സ്ചറൈസർ വെച്ച് ചെയ്ത ശേഷം ചെയ്യുമ്പോൾ ഒന്നുകൂടെ എഫക്റ്റീവായെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എപ്പോഴും. അപ്പോൾ ഞാൻ എന്താ മോയ്സ്ചറൈസർ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഡാസ്ലറിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഉപയോഗിക്കുന്നില്ല കേട്ടോ. നോർമലി ഒരാളുടെ കയ്യിലുള്ള അത്ര കാര്യങ്ങൾ തന്നെ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഒരു കുട്ടി മേക്കപ്പ് വീഡിയോ ചെയ്യണത്. ഇനി നമുക്കൊരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കോമ്പാക്ട് പൗഡർ കുറച്ചൊരു ലൈറ്റ് ഷെയ്ഡാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. കൈ കൊണ്ട് ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് വൈറ്റ് കാസ്റ്റ് ഒന്നും വരില്ല, കുഴപ്പമില്ലാത്തൊരു ഷെയ്ഡിൽ വരും കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ എല്ലാം ബ്ലെൻഡ് ചെയ്യണം കേട്ടോ. കൈ വെച്ച് ബ്ലെൻഡ് ചെയ്യുമ്പോഴാണ് ഒന്നും കൂടി നന്നായിട്ട് പെർഫെക്റ്റ് ആവുകയെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് കേട്ടോ. നമുക്ക് ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ഡാസ്ലറിൻ്റെ തന്നെ പെൻസിൽ വെച്ചിട്ടാണ് കേട്ടോ ഫില്ല് ചെയ്തത്. അപ്പോൾ ഐബ്രോസൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് ഫില്ല് ചെയ്ത ഒരുമാതിരി ലുക്കാണ്. അതുപോലെ തന്നെ ഞാനൊരു സ്വിസ് ബ്യൂട്ടീൻ്റെ നമ്മളെ ലിപ് ക്രയോൺ ഉണ്ട്, അത് യൂസ് ചെയ്തിട്ട് തന്നെയാണെന്ന് ചീക്കൊക്കെ ഒന്ന് ബ്ലഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇനി ബ്ലഷ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഐലൈനറൊക്കെ എഴുതി കൊടുക്കാം കേട്ടോ. കണ്ണൊക്കെ ഒന്ന് സെറ്റാക്കി കൊടുക്കാം. ഐലൈനർ എഴുതുമ്പോഴല്ലേ കണ്ണിന് ഭംഗി വരിക. അപ്പോൾ ഞാൻ എന്താ ഐലൈനർ കുറച്ചൊരു വാലൊക്കെ ഇട്ടിട്ട് 2 കണ്ണ് എഴുതുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ മസ്കാര ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. കണ്ണൊക്കെ എഴുതി അടിപൊളിയാക്കിയിട്ടാണ് നമുക്ക് ലിപ്സ്റ്റിക്കിലേക്ക് പോകും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ലിപ് ബാമാണ് കേട്ടോ. മാമാർത്തിൻ്റെ അടിപൊളി ലിപ് ബാമാണ്. അപ്പോൾ അതാണ് അതിലൊരു പിങ്ക് ടിൻറ്റും കൂടി ഉള്ളതുകൊണ്ട് ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിലും ലിപ്പിനൊരു കളർ ഉണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഡാസ്ലറിൻ്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ. ഡാർക്ക് ഒരു കോഫി ബ്രൗൺ ഷെയ്ഡാണിത്. ഇതെല്ലാവരും ലിപ്പിന് ചേരുന്നൊരു കളറാണ് കേട്ടോ. ഫൈനലി ഒരു പൊട്ടും കൂടി വെച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഓണം ലുക്കൊക്കെ ആണല്ലോ. അപ്പോൾ ഒരു ചന്ദനക്കുറി തൊട്ട് കൊടുത്ത് ഒരു സിന്ദൂരം കൂടി വെച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഫൈനൽ മേക്കപ്പ് ലുക്ക്. നമുക്ക് കുറച്ച് ജ്വല്ലറീസും അതുപോലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ ഇതാണ് എൻ്റെ ഓർണമെൻറ്റ്സ്. ഞാൻ ഒരു ജിംക്ക യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ നമ്മൾ നോർമലി ഉള്ള താലിയും ഒരു വള ഉപയോഗിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മളുടെ കോസ്റ്റ്യൂം ഇതാണ്. അതിൻ്റെ കൂടെ ഒരു ഷോളും കൂടി വരുന്നുണ്ട് കേട്ടോ. എല്ലാ ഓണത്തിനും നമ്മൾ സെറ്റ് മുണ്ടൊക്കെ ഉപയോഗിക്കാറ്. അപ്പോൾ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഞാൻ ഇത്തവണത്തെ ഓണത്തിന് ഇങ്ങനെ ഒരു ലുക്കാവാമെന്ന് വിചാരിച്ചിട്ടോ. മുല്ലപ്പൂവൊക്കെ വെച്ചപ്പോൾ നല്ല കറക്റ്റ് ഒരു ലുക്ക് വന്നിട്ടുണ്ടല്ലേ. അടിപൊളിയായിട്ടുള്ളൊരു ലുക്കാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്ക് ഇതുപോലത്തെ മേക്കപ്പ് ലുക്കും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഞാൻ തീർച്ചയായിട്ടും ഓരോ ലുക്ക് ചെയ്യുന്നതായിരിക്കും കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്